Hi friends, welcome to another vlog. A productive study vlog. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്നത്, അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് ഞാൻ പഠിക്കുന്നത്, അതിനൊക്കെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റീവ് പ്ലാൻ വേണം. എന്നാന്ന് വെച്ചാൽ ഒരു ടൈം ടേബിൾ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്താ പഠിക്കാൻ പോകുന്നത്, ഇന്ന് ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായാൽ മാത്രമേ ആ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രാവിലെ തന്നെ ഒരു പ്ലാനൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാം. അപ്പോൾ രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കുവാണെങ്കിൽ അത്രയൊക്കെ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി 10 വെച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ ദിവസം അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ ഇംഗ്ലീഷിൻ്റെ PYQ എടുത്ത് ഒരു 20 ചെയ്തു. 20 ചെയ്തതിൽ 14 മാർക്കേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഡെയിലി നമുക്ക് ചെയ്യുവാണെങ്കിൽ അത്രയൊക്കെ നല്ലത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഇന്ന് കംപ്ലീറ്റ് ആക്കേണ്ടത് എന്ന് പറഞ്ഞ് നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. അപ്പോൾ നമ്മൾ പ്ലാൻ ആദ്യം ഒന്ന് എഴുതി വെക്കണം. സ്റ്റിക്കിംഗ് നോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഡയറിയിലോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ആ പ്ലാൻ അനുസരിച്ച് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നിനെയും കുറിച്ച് ഇങ്ങനെ ചിന്തിക്കേണ്ട. നമ്മുടെ കയ്യിൽ പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ പ്ലാൻ ഒന്ന് അച്ചീവ് ചെയ്യാൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി അന്നത്തെ ദിവസം. അപ്പോൾ ഒരു പ്ലാൻ ഇല്ലാതെ നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മൾ കൺഫ്യൂഷനായി പോകും. ഏതാ പഠിക്കേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഏത് ടോപ്പിക്ക് നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ ഏത് ടോപ്പിക്കാണോ വീക്ക്, അപ്പോൾ ആ ടോപ്പിക്ക് എടുത്ത് നമ്മൾ ഒത്തിരി സമയം പഠിക്കണം. പിന്നെ നമുക്കറിയാവുന്ന ടോപ്പിക്ക് അറിയാവുന്ന ഓർത്തിട്ട് പഠിക്കാതിരിക്കില്ല. അപ്പോൾ അറിയാവുന്ന ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അറിയാത്ത ടോപ്പിക്ക് നമ്മൾ കുറച്ചും കൂടെ സമയമെടുത്ത് അങ്ങനെ പഠിക്കുക. പിന്നെ അതുപോലെ നമുക്ക് കുറേ വീട്ടിലെ പണികളെല്ലാം കാണും. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടൈം വെക്കണം. ഇന്ന് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്തിനുള്ളിൽ അത് ചെയ്തൊക്കെ തീർത്തിട്ട് അത് കഴിഞ്ഞുള്ള സമയം നമുക്ക് പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ഡെയിലി അങ്ങനെ നമുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പഠിക്കാൻ നല്ല സമയം കാണും. നമുക്ക് പഠിക്കാനായിട്ട് കറക്റ്റ് ഈ സമയത്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ മാറ്റി വെക്കണം. ഒത്തിരി ഒന്നും വേണ്ട. രാവിലെ കുറച്ച് സമയം, പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരം, പിന്നെ രാത്രി, അങ്ങനെ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ മതി. ഫുൾ ടൈം ഒന്നും നമ്മളെക്കൊണ്ട് ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്നെക്കൊണ്ടും പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് പറ്റും. പക്ഷെ നമ്മളിപ്പം ബിഗിനേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ആദ്യം ഇരുന്ന് പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകെ നമുക്കങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ ഒറ്റയടിക്ക് നമ്മളിങ്ങനെ ഇരിക്കാൻ നോക്കിയാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. പിന്നെ നമ്മൾ 2-3 ദിവസം ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ തന്നെ സമയം കണ്ടെത്തി ആ സമയത്ത് ഇരുന്ന് പഠിക്കാൻ നോക്കുക. നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. നമുക്ക് വീട്ടിൽ എന്തൊക്കെ ജോലിയുണ്ട്, നമ്മൾ ചെയ്യാൻ എന്തൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഒരു ടൈം ടേബിൾ വീട്ടിലുണ്ടാക്കിയാൽ മതി. നമ്മൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഡെയിലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സമയവും കിട്ടും. നമുക്ക് അത് നല്ല യൂസ്ഫുൾ ആകും. ആ സമയം നമുക്ക് നന്നായിട്ടിരുന്ന് പഠിക്കാനും പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ ടൈമൊക്കെ കണ്ടെത്തി ആദ്യം നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ പോയിട്ട് ബാക്കിയുള്ള സമയത്തിൽ പഠിക്കാനായിട്ട് ഒരു ടൈം ടേബിളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.